ഒരു സമാധാന പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ വേണം കരുതാൻ. പക്ഷേ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന്റെ ലക്ഷ്യം ഇറാനിൽ ഭരണമാറ്റവും അതുപോലെ അവരുടെ മിസൈൽ സംവിധാനങ്ങളെ തകർക്കുകയും ആണവ പദ്ധതിയെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത്തരം ലക്ഷ്യങ്ങൾ അവർ ഇതിനു മുമ്പേ പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ 2025 ജൂണിൽ ഉണ്ടായിട്ടുള്ള 12 ദിന യുദ്ധം അതും ഏകപക്ഷീയമായിട്ട് തന്നെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷവും ഗസ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ഇസ്രായേൽ അച്ചുതണ്ടിന്റെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണല്ലോ ഫെബ്രുവരി 28 ആരംഭിച്ച ഈ യുദ്ധം നൽകുന്ന സൂചന. അത് സൂചിപ്പിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും അതുപോലെ അവരുടെ സഖ്യശക്തികളും യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങൾ പലപ്പോഴും കൂടിയില്ല എങ്കിലും അവരുടെ രാഷ്ട്രീയ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നില്ല. ചുരുങ്ങിയ പക്ഷം അമേരിക്ക അതിൽ കൺസിസ്റ്റന്റായി അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങണം എന്ന താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ സമഗ്രമായ ആക്രമണം നൽകുന്ന സൂചന. അതുകൊണ്ട് തന്ത്രപരമായ കാരണങ്ങളാൽ ഒരുപക്ഷെ 2 ആഴ്ചത്തെ വെടിനിർത്തൽ താൽക്കാലിക യുദ്ധവിരാമം ഉണ്ടായാലും അത് പൂർണ്ണമായ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് ഈ കാലയളവിനുള്ളിൽ ഒരു സമഗ്രമായ സമാധാന പദ്ധതി, ഒരു എഗ്രിമെന്റ്, കരാർ ഉണ്ടായില്ല എങ്കിൽ യുദ്ധം പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സാമ്പത്തിക പ്രക്രിയയുടെ നട്ടെല്ല് എന്ന് വിളിക്കാവുന്ന കാർഗ് ഐലൻഡിലേക്കും ഇന്നലെ വ്യാപകമായ അമേരിക്കൻ ആക്രമണം ഉണ്ടായി. ഇനി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണത്തിന്റെ സാധ്യത ഒരു പൂർണ്ണമായ തകർച്ചയിലേക്ക് ആ രാജ്യം നീങ്ങുന്ന സാഹചര്യമുണ്ടായാൽ ഇപ്പോൾ ഗൾഫ് മേഖലയിലെ നഗരങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അമേരിക്കൻ സൈനിക താവളങ്ങൾ, അമേരിക്കയുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, എയർപോർട്ടുകൾ, സീ പോർട്ടുകൾ, അതുപോലെ കപ്പലുകൾ എന്നിവയൊക്കെയാണ് ഇറാനിയൻ ഡ്രോണുകൾ ലക്ഷ്യം വെച്ചത്. ഒരു സമ്പൂർണമായ തകർച്ചയിലേക്ക് ഇറാൻ പോകുന്ന ഘട്ടത്തിൽ ഈ മേഖലയിലുള്ള ജനാധിവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ പരിഹാരം. അതല്ലെങ്കിൽ സർവനാശമായിരിക്കും അതിന്റെ റിസൾട്ട്. അമേരിക്കയെ അത് എത്രമാത്രം ബാധിക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ മേഖലയിലെ അസറ്റുകൾ നിർണായകമായി തകർക്കപ്പെട്ടേക്കാം. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലും ഇറാനിലും വൻ തോതിലുള്ള ആൾനാശത്തിലേക്കായിരിക്കും ഈ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയാൽ ഉണ്ടാവുക. അത്തരമൊരു സാഹചര്യത്തിലാണ് റഷ്യയും ചൈനയും വളരെ ശക്തമായി ഇറാന്റെ പിന്നിൽ അണിനിരക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇറാന്റെ ഭാഗത്തു നിന്നും ചില പോസിറ്റീവ് സൈനുകൾ ഉണ്ടായി. അങ്ങനെയാണ് ഹിസ്ബുള്ള ബ്രിഗേഡ്, കതൈബ് ഹിസ്ബുള്ള എന്ന ഇറാഖിലെ ഷിയ പാരാമിലിറ്ററി മിലീഷ്യ തടവിലാക്കിയിരുന്ന അമേരിക്കൻ ജേർണലിസ്റ്റ് ഷെല്ലി കിറ്റിൻസിനെ അവര് 9 ദിവസമായി അവരുടെ ബന്ദിയായിരുന്നു. അവരെ വിട്ടയച്ചുകൊണ്ട് ഉള്ള ഒരു സമീപനം ഹിസ്ബുള്ള ബ്രിഗേഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നും ചില വളരെ പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. അമേരിക്ക അത് അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ചർച്ച നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്നു എന്നതാണ് ഒരു പ്രശ്നം. അതൊരു പ്രതിസന്ധിയും പ്രശ്നവുമാണ്. ഇന്ത്യയുടെ ഒരു ഡോമിനൻസ് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ചർച്ച ചെയ്യപ്പെടാമെങ്കിലും ഇതൊരു പെൻഡോരാസ് ബോക്സ് ആണ് യഥാർത്ഥത്തിൽ ഈ ഗൾഫ് മേഖലയിലെ സംഘർഷം എന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക കേന്ദ്രങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, അവരുടെ എണ്ണക്കപ്പലുകളൊക്കെ ഏത് കാലത്തും ഇറാന്റെ ആക്രമണത്തിന്റെ നിഴലിലാണ്. 1979 മുതൽ അവർ ഭയപ്പെടുന്നതാണ്. ആ ഭയത്തിൽ നിന്നാണ് അവര് ഖത്തറും സൗദി അറേബ്യയും ഒമാനും UAEയും ബഹ്റൈനും ഒക്കെ കുവൈറ്റും ഒക്കെ അവിടെ അമേരിക്കൻ സൈനിക താവളങ്ങൾ അനുവദിക്കുകയും അവിടെ വൻ
തുക അവർ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ മെയിൻ്റെനൻസിന്, സംരക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഇറാനിൽ നിന്നുള്ള 1971 മുതലുള്ള ഭീഷണിയാണ്. ആ ഭീഷണി പക്ഷേ ഒരു ഹോട്ട് വാറായി മാറിയില്ല. ശീതയുദ്ധമായിരുന്നു ഇത്ര കാലം ഉണ്ടായിരുന്നു. ഹോട്ട് വാറായിട്ട് മാറിയത് ഇപ്പോഴാണ്. അപ്പോൾ ഇറാന്റെ സ്ട്രൈക്ക്, മിസൈൽ സ്ട്രൈക്കിന്റെ ഒരു രൂക്ഷത അവര് അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് യഥാർത്ഥത്തില് ഈ ഗൾഫ് രാജ്യങ്ങളിൽ കൂടി സംഘർഷത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അമേരിക്ക അവിടുന്ന് പിൻവാങ്ങിയാൽ നാളെ അവർക്ക് ആര് സംരക്ഷണം കൊടുക്കുമെന്നുള്ള പ്രശ്നം വരുന്നുണ്ട്. ഈ സംഘർഷത്തിലാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു സൈനിക സഖ്യം രൂപപ്പെടുത്തുന്നത്. മാത്രമല്ല ഈ രാജ്യങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കാൻ ഒരു പക്ഷേ ചൈനയ്ക്കോ റഷ്യക്കോ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റിംഗ് അവരുടെ പവർ റിലേഷൻസിൽ ഉണ്ടാവാനുള്ള സാധ്യതയും വിദൂരമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ അമേരിക്കൻ ആശ്രിതത്വം ഈ യുദ്ധത്തോടുകൂടി കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇറാന്റെ മിസൈൽ ശേഷിയുടെ കരുത്ത് ലോകത്തിന് ബോധ്യപ്പെട്ടു, ആ രാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങളുടെ സുരക്ഷിതത്വത്തിന് കൂടുതൽ അവർക്ക് ആശ്രയിക്കാവുന്ന ശക്തി അമേരിക്ക മാത്രമാണ്. മറ്റൊരർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ അമേരിക്കൻ ആശ്രിതത്വം കൂടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന്റെ മറ്റൊരു വശം. അപ്പോൾ ഏതായാലും സംഘർഷത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, ഷഹബാസ് ഷെരീഫ്. അത് ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന അക്രമവും കൂടി വെടിനിർത്തലിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. ഏകപക്ഷീയമായി തന്നെ അത് നിരസിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുള്ളക്കെതിരായിട്ട് ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടി അവസാനിപ്പിക്കില്ല എന്ന കൃത്യമായ സൂചന അവര് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തെക്കൻ ലെബനനിൽ 9 മുതൽ 12 കിലോമീറ്റർ ഉള്ളിലേക്ക് IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കടന്നു കയറിയിട്ടുണ്ട്. അവിടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്തായാലും ഒരു വിരാമം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 22 യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രായേലിന്റെ ശ്രദ്ധ പ്രധാനമായിട്ടും സദൈൻ ലെബനനിലായിരുന്നു. ഹിസ്ബുള്ളയെ നിശേഷം തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ഇസ്രായേൽ ഇറാനിലുള്ള ചില കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയത് ഒഴിച്ചാൽ ഈ യുദ്ധത്തിൽ പൂർണ്ണമായിട്ട് ഇറാനെതിരെ അവർ ഇൻവോൾവ് അല്ല. ഇസ്രായേലിന്റെ ഫോഴ്സ് യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിന്റെ മറപിടിച്ച് ലെബനനിലുള്ള അവരുടെ സൈനിക ലക്ഷ്യങ്ങൾ നേടുന്നതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഗസയിലെ എങ്ങനെയാണ് ബോംബ് ചെയ്ത് തകർത്തത്, സമാനമായ രീതിയിൽ ബെയ്റൂത്തിലും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളും തകർത്തുകൊണ്ട് ആ മേഖലയിൽ ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് അവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള ബഹുതലത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിലേക്കാണ് ഇസ്രായേൽ, അമേരിക്ക അച്ചുതണ്ട് ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.